വെയിറ്റ്, ഫോണുകൾ വാങ്ങിക്കാൻ വരട്ടെ. പ്രത്യേകിച്ചും 20,000 30,000 രൂപ റേഞ്ചിലാണ് ഫോൺ വാങ്ങിക്കാൻ പോകുന്നതെങ്കിൽ ഇനി ഈ മാർച്ച് മാസത്തിൽ ചാടിപ്പടച്ച ഫോൺ എടുക്കാൻ നിൽക്കേണ്ട. പകരം ഏപ്രിലിൽ നല്ല അടിപൊളി ഐറ്റംസ് വരുന്നുണ്ട്. പ്രത്യേകിച്ചും ബാറ്ററി ലൈഫ് ഒക്കെയാണ് നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് ഘടകം. നല്ല പെർഫോമൻസ് ആണ് നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് ഘടകമെങ്കിൽ ഈ റേഞ്ചിൽ 7300 mAh ബാറ്ററിക്കുള്ള കിടിലൻ ഫോണുകൾ വരാൻ പോവാണ്. അതായത് ഈ ഇന്ത്യയിൽ ഇതുവരെ ഇല്ല 7300 mAh ബാറ്ററി ഉള്ളൊരു ഫോൺ. അങ്ങനെയൊക്കെ ഇറങ്ങാൻ പോവുകയാണ്. ഐക്യു ആണ് ഇറക്കുന്നത്. സോ പെർഫോമൻസിനെ കുറിച്ച് സംശയമേ വേണ്ട. സോ ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ ഫോൺ എടുക്കാൻ പോകുന്നവർ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം. ഏതൊക്കെയാണ് അടുത്ത മാസം വരാൻ പോകുന്ന ഫോണുകൾ, ഏപ്രിൽ വരാൻ പോകുന്ന ഫോണുകൾ, അപ്കമിങ് ഫോൺസിന്റെ വീഡിയോ ആണ്. സോ ഒന്നൊന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ മോട്ടോ കുറച്ച് നാളായിട്ട് മിണ്ടാണ്ടിരിക്കുകയാണ്. ഒരു അനക്കമില്ല മോട്ടോയുടെ അല്ലേ? നിങ്ങളും കുറച്ചായിട്ടുണ്ടാവും കേട്ടിട്ട്. ഞാനും കേട്ടിട്ട് കുറച്ച് നാളായി. മോട്ടോ എഡ്ജ് 60 ഫ്യൂഷൻ എന്ന് പറയുന്ന അടിപൊളി ഐറ്റമായിട്ടാണ് അവർ അടുത്തായിട്ട് വരാൻ പോകുന്നത്. 50 ഫ്യൂഷൻ, അവരുടെ ഈ ഫ്യൂഷൻ ഭയങ്കര സെറ്റപ്പ് ഫോണുകൾ തന്നെയാണ്. 60 ഫ്യൂഷൻ വരുമ്പോൾ ഒന്നുകൂടി കടന്ന് കൈയുമായിട്ടാണ് വരുന്നത്. അതായത് ഇതിൻ്റെ ഡിസൈൻ തന്നെ ആ ഒരു 50 ഫ്യൂഷൻ അല്ലെങ്കിൽ 40 ആ ഒരു പഴയ ഫ്യൂഷൻ ഫോണുകളുടെ ഒരു ഡിസൈനിലല്ല. പകരം പ്രോ മോഡലുകളുടെ ഡിസൈനിലാണ് ഈ 60 ഫ്യൂഷൻ അവർ കൊണ്ടിറക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അവിടെ കാണാം അതിൻ്റെ ഇമേജൊക്കെ നല്ല നൈസ് ലുക്ക് ആയിട്ടുണ്ട്. ഒപ്പം തന്നെ അതിൻ്റെ സ്പെക്കും കംപ്ലീറ്റ്ലി ഡീസൻ്റ് ആണ്. 1.5K OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതും ക്വാഡ് കർവ് ഡിസ്പ്ലേ തന്നെ കൊടുക്കുന്നു. IP68 69 തുടങ്ങിയ വാട്ടർ റേറ്റിംഗുകൾ വരുന്നത്. മീഡിയ ടെക്കിന്റെ ഡൈമെൻസിറ്റി 7400 പ്രൊസസർ വരുന്നുണ്ട്. 5500 mAh ബാറ്ററിക്ക് 68 വാട്ടിന്റെ ചാർജിങ് വരുന്നുണ്ട്. സോ മൊത്തത്തിൽ ഈ ഒരു ഫോൺ ഡീസന്റ് ഫോണാണ്. ക്വാഡ് കർവ് ഡിസ്പ്ലേ അടക്കം നീറ്റ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ലൈക്ക് UI ആയിരിക്കും. വലിയ പരസ്യ ആപ്ലിക്കേഷനുകൾ കാണില്ല. മൊത്തത്തിൽ ഡീസൻ്റ് ആയ നൈസായ ഒരു ഫോൺ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഐറ്റമായിരിക്കും മോട്ടോ എഡ്ജ് 60 ഫ്യൂഷൻ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. വെയിറ്റ് ചെയ്യുക, വരുന്നുണ്ട്. ഏപ്രിൽ 2-ാം തീയതിയാണ് ലോഞ്ച്. ഞാൻ ആദ്യം പറയുന്ന ഫോണുകളെല്ലാം കൺഫേം ആയ ഫോണുകളാണ്. അടുത്ത മാസം ഏത് ഡേറ്റിൽ വരുന്നുള്ളത് കൺഫേം ആയ ഫോണുകളാണ്. ഇത് 2-ാം തീയതിയാണ്. ഇനി രണ്ടാമത്തെ ഫോൺ ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 7300 mAh ബാറ്ററിയുമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് വരാൻ പോകുന്ന ഫോൺ iQOO Z10 എന്ന് പറയുന്ന iQOOന്റെ ഫോണാണ്. സോ iQOO ആണെന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ല കിടിലൻ പെർഫോമൻസ് ഉണ്ടാവും എന്നുള്ള കാര്യം. ഈ ഒരു ഫോണിൽ 7300 mAh എന്ന് പറയുന്ന ഒരു കിടിലൻ സൈസ് ബാറ്ററി വെച്ചിട്ട് 7.8 mm അത്രയും സ്ലിം ആയ ഒരു ഫോണാണ് ഇറക്കാൻ പോകുന്നത്. സ്ലിമ്മായ ഫോണും വേണം, ഹെവി ബാറ്ററി ലൈഫും വേണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാം. പിന്നെ ഇതും ഒരു ക്വാഡ് കർവ് ഡിസ്പ്ലേ ഉള്ള ഫോണായിരിക്കും. 50 മെഗാപിക്സലിന്റെ ക്യാമറ ഉണ്ടായിരിക്കും. അതേപോലെ 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ ഉണ്ടായിരിക്കും. അങ്ങനെ ഒട്ടനവധി നല്ല ഘടകങ്ങളുമായിട്ടാണ് iQOOന്റെ ഫോൺ വരാൻ പോകുന്നത്. സോ iQOO Z10 ഏപ്രിൽ 6-ാം തീയതിയാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ അതിന് മുമ്പേ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ തരും. അതിൻ്റെ വീഡിയോകൾ നമ്മുടെ മെയിൻ ചാനലിൽ വരുന്നുണ്ട്, റീൽസിൽ വരുന്നുണ്ട്. സോ ഒക്കെ ഫോളോ ചെയ്ത് വെച്ചോളൂ. ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. സോ അപ്പോൾ iQOO Z10 ലോഞ്ചിന് മുമ്പേ വിവരങ്ങൾ തരും. ലോഞ്ചിനും ഡീറ്റെയിൽഡ് അൺബോക്സിംഗ് വരും. ചാനൽ മറക്കാതെ ഫോളോ ചെയ്ത് വെച്ചോളൂ. ഇതെല്ലാം 20,000 രൂപ റേഞ്ചിലായിരിക്കും എന്നുള്ളതുമാണ് ഇതിന്റെ പ്രത്യേകത. എന്നാൽ അടുത്ത ഫോണിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഡൈമെൻസിറ്റി 7300 പ്രോസസ്സർ വെച്ചുകൊണ്ട് ഓൾറെഡി ഒരു ഫോൺ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. അതും വെറും 10,490 രൂപയ്ക്ക്, 10,490 തന്നെ. ഇൻഫിനിക്സിന്റെ നോട്ട് 50X ഒരു രക്ഷയില്ല. ആ ഒരു പെർഫോമൻസ് ഒക്കെ ഈ ഒരു പ്രൈസിന് കിട്ടുക എന്ന് പറഞ്ഞാൽ മാർക്കറ്റിനെ ഷെയ്ക്ക് ചെയ്യുന്ന കുലുക്കുന്ന തരത്തിലുള്ളൊരു ഫോണായിരിക്കും എന്നാണ് കമ്പനി പറഞ്ഞത്. ഏറെക്കുറെ അതുപോലെയാണ് ഇതിൻ്റെ എല്ലാ സ്പെക്കും. ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലുണ്ട്, കണ്ടു നോക്കിക്കോളൂ. ആ ബഡ്ജറ്റ് ആണെങ്കിൽ ഇതാണ് അവിടെ കിട്ടാവുന്ന ബെസ്റ്റ് സ്പെക്കുള്ള ഫോൺ. കണ്ടു നോക്കൂ വീഡിയോ. ഇനി അടുത്ത കൺഫേം ആയ ഒരു ലോഞ്ച് എന്ന് പറയുന്നത് വിവോയുടെ V50e എന്ന് പറയുന്ന ഫോണാണ്. ക്യാമറ സെൻട്രിക് ആയിരിക്കും എന്നുള്ള കാര്യം ഓൾറെഡി നമുക്കറിയാം. സോ 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ അടക്കമുള്ള നല്ല കിടിലൻ സെറ്റപ്പിൽ ക്യാമറ ഫോൺ രീതിയിൽ ഈ ഫോൺ വരുന്നുണ്ട്. മാർച്ച് പകുതിയോടുകൂടി. കൃത്യമായ ഡേറ്റ് എനിക്കറിയില്ല, പക്ഷേ മാർച്ച് പകുതി കൺഫേം ആണ്. ഉറപ്പായിട്ടും ലോഞ്ച് ഉണ്ട്. സോ വേറെ സംശയമൊന്നും വേണ്ട. വിവോ ഫാൻസ് ഒക്കെ ആണെങ്കിൽ വെയിറ്റ് ചെയ്തോളൂ. ഇതിലും ഡൈമെൻസിറ്റി 7300 പ്രോസസ്സറും കാര്യങ്ങളൊക്കെയാണ്. 6000 mAh ബാറ്ററിയാണ്. വിവോയുടെ ഫോണാണ്. അതുകൊണ്ട് ഒബ്വിയസ്ലി നിങ്ങൾ ക്യാമറ സെൻട്രിക് ആയിട്ട് ചിന്തിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഒരു ഇച്ചിരി ഓവർ പ്രൈസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും വരുന്നുണ്ട് വിവോ V50e. ഡീറ്റെയിൽഡ് അൺബോക്സിംഗ് നമ്മുടെ ചാനലിൽ വരും. തീർച്ചയായിട്ടും മറക്കാതെ ഫോളോ ചെയ്ത് വെച്ചു. ഇനി അടുത്തൊരു ഐറ്റമാണ് റിയൽമിയുടെ 14 സീരീസിലെ കുറേ ഫോണുകൾ നമ്മൾ കണ്ടു ഇതിനോടകം തന്നെ. ഇനി 14 വരാൻ പോകുന്നു. ഇപ്പോഴാണ് ഒറിജിനൽ 14 ഇറങ്ങാൻ പോകുന്നത്. ഒരു 15-16 റേഞ്ചിൽ നല്ല ഫോണാവാനുള്ള സാധ്യതയുണ്ട്. സ്നാപ്ഡ്രാഗൺ 6 Gen 4 പ്രോസസർ വെച്ചുകൊണ്ടാണ് വരിക. 6000 mAh ബാറ്ററി, 45 വാട്ട് ചാർജിംഗ് ഒക്കെ ഇതിൽ വരുന്നുണ്ടാവും. 10,000-16,000 ആ ഒരു റേഞ്ചിലായിരിക്കും ഇതിന്റെ സ്റ്റാർട്ടിംഗ്. റിയൽമി ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ 15 ബഡ്ജറ്റ് എങ്കിൽ വെയിറ്റ് ചെയ്തോളൂ. റിയൽമി 14 ലേറ്റസ്റ്റ് ഫോൺ എടുക്കാൻ. ഇനി അടുത്ത ഒരു കിടിലൻ ഐറ്റം, ഒരു അഡാർ ഐറ്റം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഈ മാസം ഉണ്ടാവില്ല, ഗ്ലോബലി ലോഞ്ച് ചെയ്യുന്നുണ്ട്. പോക്കോ F7 സീരീസ്. F7 അല്ല, സീരീസ് ആണ്. F7 ഉണ്ട്, 7 Pro ഉണ്ട്, 7 Ultraയും വരുന്നുണ്ട്. 27-ാം തീയതിയാണ് ഇതിന്റെ ലോഞ്ച് വരുന്നത്. ഇതിന്റെ അൾട്രാ വേരിയന്റിൽ എല്ലാം ടോപ്പ് ലെവലാണ്. ബാറ്ററി ഒഴികെ. ബാറ്ററിയുടെ ഭാഗത്തൊരു വ്യത്യാസമുണ്ട്. കാരണം ബാക്കിയുള്ള ടോപ്പ് ലെവൽ ഡിസ്പ്ലേ ഒക്കെ ക്വാഡ് HD ടോപ്പ് ലെവൽ ഡിസ്പ്ലേ ആണ് കൊടുക്കുന്നത്. ഒപ്പം തന്നെ പ്രൊസസർ ആണെങ്കിൽ 8 50,000 താഴെയാണ് പ്രൈസ് കേട്ടോ. അതിലാണ് ഈ 8 ക്വാഡ് HD ഡിസ്പ്ലേ എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് കൊടുത്തിട്ടുണ്ട്. 5300 mAh ബാറ്ററി. അത് മാത്രമാണ് എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തത്. കാരണം 120 വാട്ട് ചാർജിംഗ് കൊണ്ട് ഓക്കെ കോമ്പൻസേറ്റ് ചെയ്യാം. പക്ഷേ എന്നാലും 5300 mAh ഒരു 6000 കൊടുക്കാമായിരുന്നു. ഇപ്പോൾ എല്ലാ ബ്രാൻഡുകളും 6000 6500. ഇപ്പോൾ നമ്മുടെ iQOO 7300 കൊണ്ട് വരുമ്പോൾ ഇവർ 5300 വേണ്ടായിരുന്നു. പക്ഷെ എന്നാലും അത് അൾട്രാ, അതിൽ ഈ പറഞ്ഞ ടോപ്പ് ലെവൽ പെർഫോമൻസ് 50 രൂപ താഴെ കിട്ടുമെന്നുള്ളതാണ് കേൾക്കുന്നത്. കൃത്യമായിട്ട് അറിയില്ല. ഇതെല്ലാം ലോഞ്ച് ചെയ്യുന്നുണ്ട്. മറക്കേണ്ട 27-ാം തീയതിയാണ് ഡേറ്റ്. ഇതിൻ്റെ പ്രോ വേരിയൻറ്റ് വരുമ്പോൾ 8 Gen 3 പ്രോസസർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ 6000 mAh ബാറ്ററി ഉണ്ട്.
പക്ഷേ 90 വാട്ടിൻ്റെ ചാർജർ ആയിരിക്കും. മറ്റേത് 120 വാട്ടായിരുന്നു 5300 mAh വരെയോടൊപ്പം. ഇത് 90 വാട്ട് ചാർജിങ്. പിന്നെ പോക്കോ F7. ഈ പോക്കോ F7 ആയിരിക്കും ഇന്ത്യയിൽ വരാൻ പോകുന്നത്. മറ്റേത് രണ്ടും വരുമോ എന്നുള്ള കാര്യം വെയിറ്റ് ചെയ്ത് തന്നെ അറിയണം. എന്തായാലും ഈ മാസം പോക്കോ F7 സീരീസ് ഇന്ത്യയിൽ ഉണ്ടാവില്ല, അടുത്ത മാസമായിരിക്കും, മെയിലായിരിക്കും കേട്ടോ. അതായത് ഏപ്രിലിൽ വരാൻ വഴിയില്ല. ഏതായാലും F7 സീരീസ് അടുത്ത മാസം 27-ന് ലോഞ്ച് ചെയ്യും. ഇനി കുറച്ച് നാളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു S25 സീരീസ് ലോഞ്ച് ചെയ്താൽ അന്ന് തൊട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ വരും S25 എഡ്ജിൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് സ്ലിം ഫോൺ കുറേ നാളായിട്ട് കേൾക്കുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരും കൺഫേം ആയിക്കൊണ്ട് ഉറപ്പിച്ച് പറയുന്നുണ്ട് ഈ ഏപ്രിലിൽ ഉറപ്പായിട്ടും S25 എഡ്ജ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. സോ അതിൻ്റെ ഡീറ്റെയിൽ അൺബോക്സിംഗ് തീർച്ചയായിട്ടും വരും, മറക്കാതെ ഫോളോ ചെയ്തേക്കുക. ഇനി അടുത്ത ഒരു കിടലൻ ഐറ്റമാണ് നത്തിങ്ങിൻ്റെ CMF ഫോൺ 1 വന്നിട്ട് അടിപൊളി ഫോണായിരുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ബിൽറ്റ് ക്വാളിറ്റി ഒഴികെ ബാക്കി എല്ലാം 10000 താഴെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ എന്ന് പറയാൻ തരത്തിലുള്ള ഫോണായിരുന്നു. ക്യാമറയും കുഴപ്പമില്ലായിരുന്നു, പെർഫോമൻസ് ഒക്കെ ടോപ്പ് ലെവലായിരുന്നു. അതിൻ്റെ നെക്സ്റ്റ് വേർഷൻ നത്തിങ് ഫോൺ CMF ഫോൺ, നത്തിങ് എന്ന് പറയാൻ പാടില്ല, CMF ഫോൺ 2 വരാൻ പോകുന്നുണ്ട്. വെയിറ്റ് ചെയ്യും. പിന്നെ കൺഫേം അല്ലാത്ത 2 ലോഞ്ചുകൾ, ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന 2 ലോഞ്ച്, അത് ഇതുവരെയും കൺഫേം ആയിട്ടില്ല. ഒന്ന് OnePlus 13 മിനി ചെറിയ ഫോൺ, 8 പ്രോസറും നല്ല ബാറ്ററി ലൈഫും കാര്യങ്ങളും എല്ലാം സെറ്റപ്പാണ്, കോമ്പാക്റ്റ് ഫോണായിരിക്കും. പക്ഷേ എവിടെ അടുത്ത മാസം വരുമെന്ന് പറയുന്നു. കഴിഞ്ഞ മാസവും ഇത് തന്നെയാണ് പറഞ്ഞത്. ഈ പ്രാവശ്യവും ഒരുപാട് ലീക്കുകൾ വരുന്നുണ്ട് ഏപ്രിലിൽ ലോഞ്ച് ചെയ്യുമെന്ന്. എനിക്ക് തോന്നുന്നില്ല ഏപ്രിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ട്വിറ്ററിലോട്ടാനെ ഷെയർ ചെയ്യാം. ഇനി ഇതേപോലെ തന്നെ മറ്റൊരു സംഭവമാണ് വിവോ S200 Pro മിനി. അതും ഒരു മിനി ഫോണാണ്, കോമ്പാക്റ്റ് ഫോണാണ്, അടിപൊളി സംഭവമൊക്കെയാണ്. പക്ഷേ അതും കഴിഞ്ഞ മാസം വരുമെന്ന് പറഞ്ഞു, ഈ മാസം വരുമെന്ന് പറഞ്ഞു, ഇതപ്പോൾ അടുത്ത മാസം ഏപ്രിൽ വരുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. ഒരു കൺഫർമേഷനും ഇല്ല. വരട്ടെ, എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ പറഞ്ഞ പോലെ ട്വിറ്ററിലും മറ്റൊക്കെ ആയിട്ട് നമ്മൾ കൃത്യമായിട്ട് ഷെയർ ചെയ്യും. ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഇനി മറ്റൊരു കൺഫേം ആയ ലോഞ്ച് എന്ന് പറയുന്നത് ഓപ്പോയുടെ Find X8 ആണ്. പക്ഷേ അത് ഇന്ത്യയിലല്ല, ചൈനയിലാണ്. X8ഉം X8 അൾട്രയും ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ചില ഡയഗ്രാം പോലത്തെ ഇമേജുകളൊക്കെ വന്നിട്ടുണ്ട്. ഏറെക്കുറെ അത് ഇങ്ങനെയൊക്കെ ഇരിക്കുമെന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. പല ഇമേജുകളും വന്ന് കണ്ടു. എന്തായാലും ഇതും നമ്മുടെ വിവോ S200 അൾട്രയും ഒക്കെ ഏറെക്കുറെ ഒരേ ലുക്കാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ കാണുന്നതാണ് ഇതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ. X8 Find X8 അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് ഓപ്പോയുടെ. അത് ചൈനയിലുണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ മിക്കവാറും ഏപ്രിൽ ഉണ്ടാവില്ല, മെയ് അവസാനമൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഇതുപോലെ മറ്റൊരു ഐറ്റമാണ് വിവോയുടെ S200 അൾട്ര. ഇത് എന്ത് വരും എന്നുള്ള ചോദ്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇന്ത്യയിലേക്ക് എന്തായാലും വരില്ല, ചൈനയിലേ ഉണ്ടാവുള്ളൂ. അൾട്ര കേടിലും ക്യാമറ ഫോൺ, അതാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. വേറെ ഒരു വാക്കും പറയാനില്ല. ഏപ്രിൽ അതവിടെ ചൈനയിൽ ലോഞ്ച് ആവും. നമ്മുടെ Xiaomi 15 Ultra ഒക്കെ വന്ന പോലെ 200 മെഗാ പിക്സലിൻ്റെ പെരിസ്കോപ്പിക് ക്യാമറ സെറ്റപ്പ് ഒക്കെ ആയിട്ട് ഇറങ്ങുന്ന ഈ ഫോൺ ഗംഭീരമാണ്. പക്ഷേ പറഞ്ഞ പോലെ ഇന്ത്യയിലില്ല. സോ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഏപ്രിൽ മാസത്തിൽ വരാൻ പോകുന്ന ഒന്നാം തരം ഫോണുകൾ. പ്രത്യേകിച്ചും ആ IQ, മോട്ടോ, G60 Fusion എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ, സാംസങ്ങിൻ്റെ S25 എഡ്ജ്, ഇതൊക്കെ അടിപൊളി ഐറ്റംസ് ആണ്. സോ ആ ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ നമ്മൾ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക. S25 എഡ്ജ് എന്ന് പറയുന്നത് 80-90 രൂപ, അതിന് മുകളിലൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇവർ ഈ സ്ലിം എന്നൊക്കെ പറയുമ്പോൾ ഏത് രീതിയിൽ കൊണ്ടുവരുമെന്ന് അറിയില്ലല്ലോ. സംഭവം ടോപ്പായിരിക്കും എന്ന് വിചാരിക്കാം. എന്തായാലും നല്ല ഐറ്റംസ് ആണ് അടുത്ത മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഡേറ്റുകളൊക്കെ മാർക്ക് ചെയ്ത് വെച്ച് വെയിറ്റ് ചെയ്യാം. കിടലൻ ഐറ്റംസ് ആണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.